ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടെന്നീസ് എൽബോ അഥവാ കൈമുട്ട് വേദന, ഇതിൻ്റെ മെഡിക്കൽ ടേമാണ് ലാറ്ററൽ എപ്പിക്കോണ്ടലൈറ്റിസ്. ഈ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതെന്താ ടെന്നീസ് കളിക്കുന്നവർക്ക് മാത്രം വരുന്ന അസുഖമാണോ എന്ന്. അങ്ങനെയല്ല. ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ടെന്നീസ് കളിക്കുന്നവർക്കാണ് കണ്ടുവന്നിരുന്നത്. കൂടുതലും നമ്മൾ ഈ കൈകൊണ്ട് എക്സസീവായിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആക്ഷൻ മൂലം ഈ നമ്മുടെ ഈ മസിലിന് വരുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ കൊണ്ടാണ് ഈ ടെന്നീസ് എൽബോ വരുന്നത്. ഇത് നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്ക് വരാം. അവർ കൂടുതലായും ഈ അലക്കുമ്പോൾ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ ഈ മസിലിന് വരുന്ന പെയിൻ, അല്ലെങ്കിൽ കൃഷിപ്പണിക്കാർ എപ്പോഴും ഈ കൈ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് കൈയിലും വരാം. ഏറ്റവും കൂടുതൽ നമ്മുടെ ഡൊമിനൻ്റ് ഹാൻഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് കൂടുതലും റൈറ്റ് ഹാൻഡിലായിരിക്കും വരുന്നത്. ബട്ട് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവർക്ക് ലെഫ്റ്റ് ഹാൻഡിലും വരാം. അപ്പോൾ ഏത് കൈയാണോ എക്സസീവായിട്ട് നമ്മൾ വർക്ക് കൊടുക്കുന്നത് ആ സൈഡിലുള്ള മസിലിൽ വരുന്ന വീക്ക്നെസ് കൊണ്ടായിരിക്കും ഈ ടെന്നീസ് എൽബോ വരുന്നത്. അപ്പോൾ കൂടുതലും ആൾക്കാർ പറയുന്നത് കേൾക്കാം, അവർക്ക് വീട്ടുജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ അലക്കുമ്പോഴുള്ള ഇങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ജഗ് താഴെ നിന്നൊക്കെ എടുത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഡോറ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈമുട്ടിനൊരു വേദന, ഇതൊക്കെയാണ് ടെന്നീസ് എൽബോ ഉള്ള പേഷ്യൻസ് പറയുന്ന ലക്ഷണങ്ങൾ. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിലാണ് അവർ പെയിൻ പറയുന്നത്. നമുക്കിങ്ങനെ ആ ടെന്നീസ് എൽബോ ഉള്ള പേഷ്യൻസ് കൃത്യം നമ്മളിങ്ങനെ പോയിന്റ് ചെയ്യുമ്പോൾ അവർ പറയും, എനിക്കിവിടെ കൃത്യമായിട്ട് ഈ പോയിന്റിലാണ് എനിക്ക് വേദന ഉള്ളതെന്ന് ടെന്നീസ് എൽബോ ഉള്ള പേഷ്യൻസ് പറയും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ടെന്നീസ് എൽബോ നമുക്ക് മാറ്റിയെടുക്കാം? അപ്പോൾ ഇത് നമുക്ക് ഹോം റെമഡീസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള തുടക്കമാണെങ്കിൽ നമുക്ക് ഹോം റെമഡി കൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ഈ മസിലിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ മസിലിൻ്റെ പേരാണ് എക്സ്റ്റൻസർ കാർപ്പി റേഡിയാലിസ് ബ്രെവിസ്. പേര് കേട്ടാലും പേടിക്കണ്ട. ഈ മസിലിന് വരുന്ന സ്ട്രെയിൻ കൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഇവിടെ നമുക്ക് മസിൽസും ടെൻഡൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു മസിൽസിനും ടെൻഡൻസിനും വരുന്ന സ്ട്രെയിൻ കൊണ്ടാണ് ആ ഒരു പെയിൻ സംഭവിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു പെയിൻ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് കോൾഡ് കംപ്രഷൻ, നമുക്ക് ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കാം ആ ഒരു രീതിയിൽ. അങ്ങനെ നമുക്ക് പെയിൻ ഒരു പരിധി വരെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് മെത്തേഡ് കൊണ്ടും ബെറ്റർ അല്ല എങ്കിലാണ് നമുക്ക് ഒരു ഓർത്തോപീഡീഷ്യനെ കൺസൾട്ട് ചെയ്ത് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ടെന്നീസ് എൽബോ ഉള്ള പേഷ്യൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡീസ്.